വളരെ കാലമായിട്ട് നമ്മൾ മാധ്യമ പ്രവർത്തകർ പായിറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഡെത്ത്, സിംഗിൾ ഡെത്ത് ഇസ് എ ട്രാജഡി, എ മില്യൺ ഡെത്ത് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഒരു മരണമാണെങ്കിൽ ഒരു ദുരന്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അത് മാധ്യമ പ്രവർത്തകരെ പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ 2 ദിവസം മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ്. എങ്ങനെയാണ് ഒരു മൈക്രോ ഇഷ്യൂവിനെ കേരളത്തിന്റെ ഒരു മാക്രോ ആരോഗ്യ രംഗത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു ദേശീയ മാധ്യമ സംരംഭം എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് ഡബിൾ എഞ്ചിൻ മോഡൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ ശിശു മരണ നിരക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരിക്കുന്നവരെണ്ണം 37ആണ്, 37. നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 25 ആണ്. കേരളത്തിൽ 5, അമേരിക്കയിൽ 5.6. നോക്കുക. പക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ നടന്നിരിക്കുന്നു. നമ്മൾ വെണ്ടയ്ക്ക് നിരത്തിയിട്ടുള്ള ഈ വാർത്തകളിൽ വരുന്ന മരണം ഉൾപ്പെടെയാണ് ഈ ശരാശരി 5 എന്ന് പറയുന്നത്. നോക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു സിംഗിൾ ഡെത്ത്, ഒരു ട്രാജഡിയും ഒരു മില്യൺ സ്റ്റാറ്റിസ്റ്റിക്സും ആകുന്നു എന്ന് പറയുന്ന പഴയ ഒരു പ്രയോഗം കേരളത്തിലെ മാധ്യമ പ്രവർത്തകര് എടുത്തുപയോഗിക്കുന്നു. നോക്കുക. ഇതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ മാധ്യമ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ നിഷ്പക്ഷമാകണം, സ്വതന്ത്രമാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എന്ന കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആകാൻ പറ്റില്ല. ഇപ്പം NDTV എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉദാഹരണമുണ്ട്. ഞാൻ അതിന്റെ CBI കോടതി കൊടുത്തൊരു ക്ലോഷർ റിപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ NDTV പ്രണവ് റോയ് എന്നുള്ളൊരു വ്യക്തിയുമായിട്ട് തൊഴിൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ടെലിവിഷന്റെ ഒരു വസന്ത കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു സംരംഭമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. 2017 പ്രണവ് റോയ്ക്കെതിരെ CBI കേസ് എടുത്തു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന പറയാം. എന്തായിരുന്നു? ICIC ബാങ്കിൽ നിന്ന് എടുത്ത തുക മിസ്അപ്രോപ്രിയേഷൻ നടത്തി, വക മാറ്റി ചെലവഴിച്ചു. ഇതാണ് CBIയുടെ കേസ്. ഇന്ത്യയില് ടെലിവിഷന്റെ ഏറ്റവും സർഗാത്മക മുഖമെന്ന് പറയുന്ന പ്രണവ് റോയിയെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും വിമാനം കയറാൻ മുമ്പേ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിച്ചു കൊണ്ടുപോയി. പിന്നീട് ഇതേ CBI ഡൽഹി കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് പറഞ്ഞു, ഒന്നുമില്ല ഇതിന്റെ അകത്ത്. 7 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ആ കേസ് മടക്കി കിട്ടി. പക്ഷെ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ NDTV എന്ന് പറയുന്ന സംരംഭം അദാനിയുടെ കയ്യിലേക്ക് പോയി. എങ്ങനെയാണ് ഇന്ത്യൻ മാധ്യമ മേഖല കോർപ്പറേറ്റുകളിലൂടെ നേരിട്ടും ഇതുപോലുള്ള നടപടികളിലൂടെ പരോക്ഷമായും നിയന്ത്രിക്കപ്പെടുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം പറഞ്ഞത്.